കുവൈറ്റ് ദുരന്തത്തിന് പിന്നാലെ ചാവക്കാട് സ്വദേശിയെ കാണാനില്ല എന്ന പരാതി. തെക്കൻ പാലയൂർ സ്വദേശി ബിനോയ് തോമസിനെയാണ് കാണാതായത്. പ്രവാസി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ KV അബ്ദുൽ ഖാദറാണ് ഇക്കാര്യം അറിയിച്ചത്. തീപിടുത്തം നടന്ന ഫ്ളാറ്റിൽ ബിനോയ് ഉണ്ടായിരുന്നതായി സംശയം. സൂരജ് സജി തൃശൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സൂരജ്, എന്താണ് ഈ KV അബ്ദുൽ ഖാദർ പങ്കുവയ്ക്കുന്ന വിവരം? വേണു, 5 ദിവസം മുമ്പാണ് ഈ ബിനോയ് എന്ന ചാവക്കാട് തെക്കൻ പാലയൂർ സ്വദേശി കുവൈറ്റിലേക്ക് യാത്ര തിരിക്കുന്നത്. തുടർന്ന് ഈ കഴിഞ്ഞ ദിവസം, അതായത് ഈ അപകടം നടക്കുന്ന ദിവസം രാത്രി 2 മണി വരെ ഈ ബിനോയ് ഓൺലൈനിൽ ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ബിനോയ് ഓൺലൈനിൽ ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. അതാണ് വീട്ടുകാർക്ക് ഇത്തരം ഒരു സംശയം തോന്നിയത്. ഈ അപകടം നടന്ന ഫ്ളാറ്റിലാണ് ബിനോയ് ഉണ്ടായിരുന്നത് എന്നൊരു നിഗമനമാണ് ഈ കുടുംബാംഗങ്ങൾക്ക് ഉൾപ്പെടെയുള്ളത്. പിന്നീട് ഇവർ ഈ വിവരം ഈ പ്രവാസി ക്ഷേമനിധി ബോർഡ് അംഗമായിട്ടുള്ള KV അബ്ദുൽ ഖാദറിനെ ധരിപ്പിക്കുകയായിരുന്നു. അദ്ദേഹം ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തിയെങ്കിലും ബിനോയിയെ ഒരു തരത്തിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇതോടുകൂടി നിലവിൽ ഈ ബിനോയിയെ കുറിച്ചുള്ള വിവരങ്ങളെല്ലാം തന്നെ നോർക്കയ്ക്ക് കൈമാറിയിട്ടുണ്ട്. ഈ അപകടം നടന്ന ഫ്ളാറ്റിൽ തന്നെയാണ് ബിനോയ് ഉണ്ടായിരുന്നത് എന്നൊരു നിഗമനത്തിലേക്കാണ് നിലവിൽ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ബിനോയിക്ക് എന്ത് സംഭവിച്ചു എന്നത് സംബന്ധിച്ച് സമഗ്രമായ ഒരു അന്വേഷണം വേണം. അടിയന്തരമായി ബിനോയിയെ കണ്ടെത്തുന്നതിനുള്ള നടപടി സ്വീകരിക്കണം എന്നാണ് ഇപ്പോൾ ഈ കുടുംബം നോർക്കയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. 5 ദിവസം മുമ്പാണ് ബിനോയ് ഈ കുവൈറ്റിലേക്ക് യാത്ര തിരിക്കുന്നത്. പിന്നീട് ഈ അപകടം നടന്ന ഫ്ളാറ്റിൽ താമസമാക്കി എന്നുള്ളത് കുടുംബം പറയുന്നു. എന്തായാലും ഈ അപകടം നടന്ന അന്ന് പുലർച്ചെ 2 മണി വരെ ബിനോയ് ഓൺലൈനിൽ ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ബിനോയ് ബന്ധപ്പെടാനായിട്ടില്ല എന്നുള്ളതാണ് കുടുംബം ഇപ്പോൾ പറയുന്നത്. വേണു, സൂരജ് സജി തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.